Okay, dear students, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 9th ചാപ്റ്റർ ആയ സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ് എന്നതിന്റെ തേർഡ് പാർട്ടാണ്. ഓക്കെ, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഐ എം സന്തോഷ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, വാച്ച് ദി വീഡിയോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് കൺസ്ട്രെയിൻസ് ആണ്. തൊട്ട് മുകളിൽ നമ്മൾ കൺസ്ട്രെയിൻസിനെ കുറിച്ചൊരു ഐഡിയ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ഡീപ്പായിട്ട് ഇത് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് കൺസ്ട്രെയിൻ? Constraints are some rules and regulations that are placed on columns to ensure the accuracy and reliability of the data in the database. Okay, ഡാറ്റാബേസിലേക്കുള്ള ഡാറ്റ, അതിന്റെ വിശ്വാസ്യത, അതിന്റെ ക്ലിയർ അക്യുറൻസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ടാബിന്റെ കോളത്തിന് മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ദാറ്റ് ഇസ് കാൾഡ് കൺസ്ട്രെയിൻ. മനസ്സിലാക്കി, ടാബിനകത്തേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ കൊടുക്കുന്ന ഡാറ്റ, ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, ഇത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുക? കോളത്തിന്റെ മുകളിലാണ് പ്ലേസ് ചെയ്യുക. ഓക്കെ, അത്തരം ഡിമാൻഡ്സിന് പറയുന്ന പേരാണ് കൺസ്ട്രെയിൻ. അപ്പോൾ കൺസ്ട്രെയിൻസ് ആർ സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് ആർ പ്ലേസ്ഡ് ഓൺ കോളംസ്. കോളംസിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷനാണ് നമുക്ക് എന്ത് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കൺസ്ട്രെയിൻസ് എന്താ ചെയ്യുന്നത്? ഡാറ്റാബേസിലേക്ക് ഡാറ്റ എൻട്രി ചെയ്തതിന് മുന്നേ അത്തരം ഡാറ്റകൾ റെഡിയാണോ, ക്ലിയർ ആണോ എന്ന് ഉറപ്പുവരുത്തുക. അതാണ് ആര് ചെയ്യുന്നത്? കൺസ്ട്രെയിൻസ് ചെയ്യുന്നത്. ഓക്കെ, ടു എൻഷുർ ദി ഇൻപുട്ട് ഡാറ്റ ഈസ് ക്ലിയർ ഓർ നോട്ട്. ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ ക്ലിയർ ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്താണ് നമുക്ക് യൂസ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ പറയുന്ന പേരാണ് കൺസ്ട്രെയിൻസ്. ഓക്കെ, കൺസ്ട്രെയിൻ നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, കോളം കൺസ്ട്രെയിൻസ് ആൻഡ് ടാബിൾ കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പോൾ കൺസ്ട്രെയിൻ രണ്ട് ടൈപ്പ് ഉണ്ട്. കോളം കൺസ്ട്രെയിൻ ഉണ്ട്, ടാബിൾ കൺസ്ട്രെയിൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോളം കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, ദീസ് ആർ അപ്ലൈഡ് ഓൺലി ഓൺ ഇൻഡിവിജ്വൽ കോളംസ്. ഒരു കോളത്തിന്റെ മുകളിൽ മാത്രം നമ്മൾ ഡിമാൻഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോളം കൺസ്ട്രെയിൻ. മനസ്സിലായി, കോളം കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഒരു കോളത്തിൽ മാത്രം നമ്മൾ ഡിമാൻഡ് ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൂൾസ് ഫിറ്റ് ചെയ്യാം. അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പറയുന്ന പേരാണ് കോളം കൺസ്ട്രെയിൻസ്. ഓക്കെ, ഇൻഡിവിജ്വൽ കോളത്തിൽ മാത്രമായിരിക്കും ഇത് എഫക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതിന് പറയുന്ന പേരാണ് കോളം കൺസ്ട്രെയിൻസ്. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോളം കൺസ്ട്രെയിൻസ് ആയിരിക്കും നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നോട്ട് നൾ, സെക്കൻഡ് വൺ ഓട്ടോ ഇൻക്രിമെന്റ്, തേർഡ് വൺ യൂണിക്, ഫോർത്ത് വൺ പ്രൈമറി കീ, ഫിഫ്ത് വൺ ഡിഫാൾട്ട്, ആൻഡ് സിക്സ്ത് വൺ ചെക്ക്. ഇത്രയാണ് കോളം കൺസ്ട്രെയിൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി വൺ ബൈ വൺ ആയിട്ട് എന്താണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോട്ട് നൾ എന്ന കൺസ്ട്രെയിൻ ആണ്. എന്താണ് നോട്ട് നൾ കൺസ്ട്രെയിൻ? ഇറ്റ് സ്പെസിഫൈസ് ദാറ്റ് എ കോളം ക്യാൻ നെവർ ഹാവ് നൾ വാല്യൂ. അതായത് നോട്ട് നൾ എന്ന് നമ്മൾ ഏതെങ്കിലും കോളത്തിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കോളത്തിൽ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ എൻ്റർ ചെയ്തിരിക്കണം. അതെന്താക്കാൻ പാടില്ല? ദാറ്റ് ഡസ് നോട്ട് ലെഫ്റ്റ് ബ്ലാങ്ക്. ആ ഒരു കോളം ബ്ലാങ്ക് ആക്കി വിടാൻ പാടില്ല. അതായത് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കോളത്തിലേക്ക് വാല്യൂ എൻ്റർ ചെയ്തിരിക്കണം. വൺസ് അഗെയിൻ, ഏതെങ്കിലും ഒരു കോളത്തിൽ നമ്മൾ നോട്ട് നൾ എന്ന കൺസ്ട്രെയിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒരു കോളത്തിലേക്ക് തീർച്ചയായിട്ടും വാല്യൂ എൻ്റർ ചെയ്തിരിക്കണം. അതായത് ഡാറ്റ എൻ്റർ ചെയ്തിരിക്കണം. ആ ഒരു കോളം ഫ്രീ ആക്കി വിട്ട് പോകാൻ പാടില്ല. അതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? നോട്ട് നൾ എന്ന ഡിമാൻഡ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദി നൾ ഈസ് എ കീവേഡ് ദാറ്റ് റെപ്രസെന്റ് an empty word. നൾ എന്ന ഒരു കീവേഡാണ്. SQL ഒരു കീവേഡാണ് എന്ത്? നൾ. അതെന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈസ് എൻ എംപ്റ്റി വാല്യൂ. ഒരു എംപ്റ്റി വാല്യൂവിനെയാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? നള്ളിനെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നോട്ട് നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? എംപ്റ്റി ആകാൻ പാടില്ല. നൾ എന്ന് പറഞ്ഞാൽ എംപ്റ്റി ആണ്. നോട്ട് നൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താകാൻ പാടില്ല? എംപ്റ്റി ആകാൻ പാടില്ല. അതായത് ആ കോളം
ഫ്രീ ആയി ലെഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? നോട്ട് ഇൻ നൾ കൺസ്ട്രെയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലൊരു കോളം രജിസ്റ്റർ നമ്പർ. അപ്പൊ നമ്മൾ REG നമ്പർ എന്നൊരു കോളം. ഈ കോളം നമ്മൾ നോട്ടിനാൽ ഫിറ്റ് ചെയ്യാൻ വെച്ചോളൂ. അപ്പോൾ REG നമ്പർ നമ്മൾ ഇന്റ് എന്ന ടൈപ്പ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൺസ്ട്രെയിന്റ് നമ്മൾ കൊടുക്കുന്നു. എന്താ കൺസ്ട്രെയിന്റ്? നോട്ട് നൾ. ഓക്കെ, അപ്പോൾ ഇവിടെ REG നമ്പർ എന്നത് എന്താണ്? കോളൻ. ഓക്കെ, ഇന്റ് എന്നത് എന്താണ്? ഡാറ്റ ടൈപ്പ്. ഓക്കെ, നോട്ട് നൾ എന്നത് എന്താണ്? നമ്മളിപ്പോൾ പഠിച്ച കൺസ്ട്രെയിന്റ്. ഓക്കെ, അപ്പോൾ കൺസ്ട്രെയിന്റ് സെറ്റ് ചെയ്ത് പഠിച്ചല്ലോ. എങ്ങനെയാണ്? കോളൻ നെയിം, ഡാറ്റ ടൈപ്പ് ആൻഡ് ആ കോളത്തിന്റെ കൺസ്ട്രെയിന്റ് നോട്ട് നൾ. ഓക്കെ, അപ്പോൾ യൂസർ എൻ്റർ ചെയ്യുന്ന ടൈമിൽ, രജിസ്റ്റർ നമ്പറിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ നമ്പർ എൻ്റർ ചെയ്തോളണം. അത് അറിയില്ല, വിട്ടുപോകാൻ പാടില്ല. തീർച്ചയായിട്ടും വാല്യൂ എൻ്റർ ചെയ്തിരിക്കണം. ഏത് കോളത്തിലേക്ക്? രജിസ്റ്റർ നമ്പർ എന്ന കോളത്തിലേക്ക്. ഓക്കെ, അതാണ് എന്തുദ്ദേശിക്കുന്നത്? നോട്ട് നൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു നോട്ടുണ്ട്. ദി നൾ ഡസ് നോട്ട് ഈക്വൽ ടു ബ്ലാങ്ക് ഓർ സീറോ. നൾ എന്തിന് ഈക്വൽ അല്ല? ഒരു ബ്ലാങ്കിനോ അല്ലെങ്കിൽ സീറോയ്ക്കോ ഈക്വൽ അല്ല. ജസ്റ്റ് ഓർത്തിരിക്കും. ഓക്കെ, അടുത്ത കൺസ്ട്രെയിന്റ് ഓട്ടോ ഇൻക്രിമെന്റ്. വെരി സിമ്പിൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം ഓട്ടോ ഇൻക്രിമെന്റ് ഫീച്ചർ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിലെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രിമെന്റ് ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ. തീർച്ചയായിട്ടും 1, 2, 3, 4 ഓരോ സ്റ്റുഡൻസിനും ഓരോ റോൾ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ കുട്ടിയും എൻട്രി ചെയ്യുന്നതിന് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യണം? 1, 2, 3, 4 ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ഡിഫാൾട്ട് ദി സ്റ്റാർട്ടിംഗ് വാല്യൂ വിൽ ബി 1. എല്ലാ ഓട്ടോ ഇൻക്രിമെന്റ് കൊടുത്ത കോളത്തിലും സ്റ്റാർട്ടിംഗ് വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ആൻഡ് വിൽ ബി ഇൻക്രിമെന്റ് ബൈ 1. എന്നിട്ട് എന്ത് ചെയ്യും? ഒന്നുകൂടി ആഡ് ചെയ്ത് എന്ത് ചെയ്യും? ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ റോൾ നമ്പർ എന്നൊരു കോളം ഉണ്ട്. ഓക്കെ, അത് ഇൻഡിജർ ടൈപ്പ്. ഓക്കെ, അത് നമുക്ക് ഓട്ടോ ഇൻക്രിമെന്റ് എന്ന ഡിമാൻഡ് ഫിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? റോൾ നമ്പർ ഇന്റ് ഡാറ്റ ടൈപ്പ്. ഇത് നമ്മളെ കൺസ്ട്രെയിന്റ്. എന്താ കൺസ്ട്രെയിന്റ്? ഓട്ടോ ഇൻക്രിമെന്റ്. ഓക്കെ, ഓട്ടോ ഇൻക്രിമെന്റ് എന്ന കൺസ്ട്രെയിന്റ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഓട്ടോ ഇൻക്രിമെന്റ് എന്നത് കൺസ്ട്രെയിന്റ്. ഓക്കെ, ഇന്റ് എന്നത് ഡാറ്റ ടൈപ്പ്, റോൾ നമ്പർ എന്നത് കോളൻ. ഓക്കെ, അപ്പൊ കോളൻ നെയിം, ഡാറ്റ ടൈപ്പ് ആൻഡ് കൺസ്ട്രെയിന്റ്. ഈ രീതി നമ്മൾ എന്ത് ചെയ്തു? റോൾ നമ്പർ കൺസ്ട്രെയിന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏത് കൺസ്ട്രെയിന്റ്? ഓട്ടോ ഇൻക്രിമെന്റ് എന്ന കൺസ്ട്രെയിന്റ്. ഓക്കെ, അപ്പോൾ റോൾ നമ്പറിൽ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന ടൈമിൽ 1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. രണ്ടാമത് എൻട്രി ചെയ്യുന്ന ടൈമിൽ 2 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും, 3 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. 1 ഇൻക്രിമെന്റ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് നമ്മൾ സ്പെസിഫൈ ആയിട്ട് നമ്മൾ എന്ത് ആവശ്യമില്ല? 1, 2, 3 എന്ന് നമ്മളായിട്ട് എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രിമെന്റ് ചെയ്ത് മൂവ് ചെയ്തോളും. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, ഇവിടെ നോട്ടുണ്ട്. ഓൺലി 1 ഓട്ടോ ഇൻക്രിമെന്റ് കോളം പെർ ടാബിൾ ഈസ് അലൗഡ്. ഒരു ടാബിളിൽ ഒരു കോളത്തിലെ ഓട്ടോ ഇൻക്രിമെന്റ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. വൺസ് അഗെയിൻ, ഒരു ടാബിളിൽ ഒരു കോളത്തിൽ മാത്രമേ ഓട്ടോ ഇൻക്രിമെന്റ് എന്ന കൺസ്ട്രെയിന്റ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. 2 കോളത്തിൽ ഒരേ സമയം ഓട്ടോ ഇൻക്രിമെന്റ് സെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് യൂണിക് ആണ്. യൂണിക്, ഇറ്റ് എൻഷുർ നോട്ട് 2 rows ഹാവ് ദി സെയിം വാല്യൂ ഇൻ എ സ്പെസിഫൈഡ് കോളം. ഒരു സ്പെസിഫൈഡ് കോളത്തിൽ 2 റോസിൽ ഒരേ വാല്യൂ വരാൻ പാടില്ല. അതാണ് ആര് പറയുന്നത്? യൂണിക് പറയുന്നത്. വൺസ് അഗെയിൻ, ഒരു സ്പെസിഫൈഡ് കോളത്തിൽ 2 റോസിൽ ഒരേ വാല്യൂ വരാൻ പാടില്ല. അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ നമുക്ക് ദിവസം യൂണിക് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ എങ്ങനെ സെറ്റ് ചെയ്യാം? ഫോർ എക്സാമ്പിൾ നമ്മൾ REG നമ്പർ. ഓക്കെ, ടൈപ്പ് ഇന്റ്. ദെൻ നെക്സ്റ്റ്
യൂണിക് എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ REG നമ്പർ എന്ന കോളത്തിൽ ഇന്റ് എന്ന ഡാറ്റ ടൈപ്പിൽ യൂണിക് എന്ന കൺസ്ട്രെയിൻ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ REG നമ്പർ എന്ന ഈ ഒരു സ്പെസിഫൈഡ് കോളത്തിൽ 2 റോയില് ഒരേ വാല്യൂ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യൂണിക് റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യുക. അതാണ് ആര് പറയുന്നത്? യൂണിക് കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരേ വാല്യൂ വീണ്ടും വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് യൂണിക് കീ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രൈമറി കീ ആണ്. എന്താണ് പ്രൈമറി കീ? പ്രൈമറി കീ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കീസ് പഠിച്ചപ്പോൾ. ഇവിടെ നമ്മൾ SQL പ്രൈമറി കീ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കീ യൂസ് ചെയ്യണം? പ്രൈമറി കീ തന്നെ സെറ്റ് ചെയ്യണം. ഏത് കോളത്തിലാണ് നമ്മൾ പ്രൈമറി കീ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കോളത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രൈമറി കീ നമ്മൾ സെറ്റ് ചെയ്യും. ഇനി എന്താണ് പ്രൈമറി കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് സിമിലർ ടു യൂണിക്. ഇത് എന്തിന് ഈക്വൽ ആണ്? യൂണിക് കീ ഈക്വൽ ആണ്. എന്താ യൂണിക് കീ എന്ന് പറഞ്ഞാൽ? റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യുന്ന യൂണിക് കീ എന്ന കീക്ക് ഈക്വൽ ആണെന്ത്? പ്രൈമറി കീ. ഓക്കെ, ദി പ്രൈമറി കീ കനോട്ട് കണ്ടെയ്ൻ നൺ വാല്യൂ. ഇനി പ്രൈമറി കീയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? പ്രൈമറി കീ കനോട്ട് കണ്ടെയ്ൻ നൾ വാല്യൂ. പ്രൈമറി കീയിൽ ഒരിക്കലും ഉണ്ടാവില്ല, നൾ വാല്യൂ ഉണ്ടാവില്ല. അതായത് വാല്യൂ ഇല്ലാത്തൊരു സ്റ്റേജ് എവിടെ ഉണ്ടാവില്ല? പ്രൈമറി കീയിൽ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഓക്കെ, ഇറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് യൂണിക് ആൻഡ് നോട്ട് നൾ കൺസ്ട്രെയിന്റ്. അതായത് പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിക്കിന്റെയും നോട്ട് നള്ളിന്റെയും കോമ്പിനേഷൻ ആണ് എന്ത്? പ്രൈമറി കീ. ഓക്കെ, വൺസ് അഗെയിൻ ദി പ്രൈമറി കീ ഈസ് ദി കോമ്പിനേഷൻ ഓഫ് യൂണിക് കീ. യൂണിക് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഇല്ലാണ്ട്, ആൻഡ് നോട്ട് നൾ. നോട്ട് നൾ മീൻസ് എന്താണ്? മസ്റ്റ് ബി സം വാല്യൂ. ഓക്കെ, ഇപ്പൊ പ്രൈമറി കീയുടെ പ്രത്യേകത എന്താണ്? ആ ഒരു കോളത്തിൽ തീർച്ചയായിട്ടും വാല്യൂ വേണം. ദാറ്റ് ഈസ് നോട്ട് നൾ. ഒരിക്കലും ലെഫ്റ്റ് ആക്കി വിടാൻ പാടില്ല. ഓക്കെ, മാത്രമല്ല അത് യുണിക് ആയിരിക്കണം. യുണിക് മീൻസ് എന്തായിരിക്കണം? റിപ്പീറ്റേഷൻ വരാത്ത രീതിയിൽ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കൺസ്ട്രെയിൻസിന്റെയും കോമ്പിനേഷൻ നമുക്ക് എന്ത് വരുന്നത്? പ്രൈമറി കീ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി കീ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റെക്കോർഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓരോ റെക്കോർഡ് എന്തായിരിക്കണം? ഇൻഡിവിജ്വൽ ആയിരിക്കണം, സെപ്പറേറ്റ് ആയിരിക്കണം, യുണിക് ആയിരിക്കണം. മാത്രമല്ല തീർച്ചയായിട്ടും ആ കോളത്തിൽ തീർച്ചയായിട്ടും വാല്യൂ നിർബന്ധമാണ്. ഓക്കെ, അതിന് പറയുന്ന പേരാണ് പ്രൈമറി കീ. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ റോൾ നമ്പർ നമുക്ക് തീർച്ചയായിട്ടും വാല്യൂ എൻ്റർ ചെയ്തിരിക്കണം, മാത്രമല്ല റിപ്പീറ്റേഷനും പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ റോൾ നമ്പർ എന്ന കോളം ഡാറ്റ ടൈപ്പ് ഇൻഡ്, നെക്സ്റ്റ് കീ സെറ്റ് ചെയ്യുന്നു. ഇങ്ങനെ കീ സെറ്റ് ചെയ്യാം പ്രൈമറി കീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റോൾ നമ്പർ എന്ന കോളം ഇൻഡ് എന്ന ഡാറ്റ ടൈപ്പ് പ്രൈമറി കീ എന്ന കൺസ്ട്രെയിൻ. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈമറി കീ എന്ന കൺസ്ട്രെയിൻ കോളത്തിന് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡിഫാൾട്ട് ആണ്. ഡിഫാൾട്ട് ഇറ്റ് ഈസ് യൂസ് ടു സെറ്റ് ഡിഫാൾട്ട് വാല്യൂ ഫോർ എ കോളം. ഒരു കോളത്തിലേക്ക് ഒരു ഡിഫാൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിഫാൾട്ട് എന്ന കൺസ്ട്രെയിൻ. ഇൻ കേസ് യൂസർ ഡസ് നോട്ട് പ്രൊവൈഡ് എ വാല്യൂ ഫോർ ദാറ്റ് കോളം. ഈ ഒരു കേസിൽ യൂസർ വാല്യൂ പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. യൂസർ വാല്യൂ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫാൾട്ട് കൊടുത്ത വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടും. അല്ലെങ്കിൽ യൂസർക്ക് വേറെ വാല്യൂ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, യൂസർക്ക് വാല്യൂ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. യൂസർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത വാല്യൂ ആയിരിക്കും എടുക്കുക. ഇനി യൂസർ വാല്യൂ കൊടുത്തില്ലെങ്കിലോ ഡിഫാൾട്ടായിട്ട് എന്ത് വാല്യൂ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് ആ വാല്യൂ ആയിരിക്കും ആ ഒരു കോളത്തിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുക. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രത്യേകത, ഡിഫാൾട്ട് എന്ന കോളത്തിന്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരു കോളമുണ്ട്, ജെൻഡർ എന്ന കോളമുണ്ട്. ജെൻഡർ എന്ന കോളം. ഓക്കെ, അത് നമ്മൾ കെയർ എന്ന ടൈപ്പ് യൂസ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ ഡിഫാൾട്ട് കൺസ്ട്രെയിൻ സെറ്റ് ചെയ്യണം. ഡിഫാൾട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ എം എന്നത്. ഓക്കെ, ഇവിടെ കോളം നെയിം
ജെൻഡർ ആണ്. ഓക്കെ, ആ കോളത്തിന് കൊടുത്ത ഡാറ്റ ടൈപ്പ് ക്യാർ ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, അതിൽ കൊടുത്ത കൺസ്ട്രെയിന്റ് ഡീഫാൾട്ട് ആണ്. ഓക്കെ, ആ ഡീഫാൾട്ട് വാല്യൂ എന്തായിരിക്കും? എപ്പോഴും എം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ യൂസർക്ക് വാല്യൂ എൻ്റർ ചെയ്യാം, എൻ്റർ ചെയ്യാതിരിക്കാം. യൂസർ വാല്യൂ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്ത വാല്യൂ സ്റ്റോർ ചെയ്തോളും. ഇല്ലെങ്കിൽ ഡീഫാൾട്ട് എന്ത് വാല്യൂ ആണോ ഉള്ളത് അത് സ്റ്റോർ ചെയ്യപ്പെടും. ഇവിടെ ഡീഫാൾട്ട് വാല്യൂ നമ്മൾ എന്താ കൊടുത്തത്? എം ആണ്. യൂസർ വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഈ എം ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത, ഡീഫാൾട്ടിന്റെ പ്രത്യേകത. ഓക്കെ, and last constraint, check constraint. It is used to check value before insert into the table. ടേബിളിന്റെ സ്പെസിഫൈഡ് കോളത്തിലേക്ക് വാല്യൂ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെക്ക് കൺസ്ട്രെയിന്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിയുടെ മാർക്ക് എന്ന കോളത്തിലേക്ക് ഒരിക്കലും 100 കൂടുതൽ മാർക്ക് പോകാൻ പാടില്ല. തീർച്ചയായിട്ടും 100 അല്ലെങ്കിൽ 100 താഴെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്ക് എന്ന കോളത്തിൽ ചെക്ക് കൺസ്ട്രെയിന്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന കോളമാണ് മാർക്ക്. ഓക്കെ, ഡാറ്റ ടൈപ്പ് ഇന്റ്. ഓക്കെ, ഇനി നമ്മൾ കൺസ്ട്രെയിന്റ് കൊടുക്കുകയാണ്. കൺസ്ട്രെയിന്റ് കൊടുത്തു ചെക്ക്. ഏത് കോളത്തിനും ചെക്ക് ചെയ്യേണ്ടത്? മാർക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് എന്നത് നമ്മുടെ സ്പെസിഫൈഡ് കോളം. ഓക്കെ, ഇന്റ് എന്നത് ആ ഒരു കോളത്തിന് കൊടുക്കുന്ന ഡാറ്റ ടൈപ്പ്. ഓക്കെ, ചെക്ക് എന്നത് ആ കോളത്തിലേക്ക് നമ്മൾ കൊടുത്ത ഒരു ഡിമാൻഡ്. ഓക്കെ, ആ ഡിമാൻഡ് എങ്ങനെയായിരിക്കണം? മാർക്ക് എന്ന കോളത്തിലേക്ക് എന്തേ വരാൻ പാടുള്ളൂ? 100 ഓർ ലെസ് ദാൻ 100. 100 100 താഴെയുള്ള വാല്യൂ മാത്രമേ എന്തിൽ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ? മാർക്ക് എന്ന കോളത്തിലേക്ക് സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്? ചെക്ക് കൺസ്ട്രെയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് കോളം കൺസ്ട്രെയിന്റ്സ് വരുന്നത്. വൺസ് അഗൈൻ, നോട്ട് നൾ മസ്റ്റ് ആയിട്ട് വാല്യൂ എൻ്റർ ചെയ്തിരിക്കണം. ഓട്ടോ ഇൻക്രിമെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്പേഴ്സ് ഇൻക്രിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. യുണിക് റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. പ്രൈമറി കീ സെയിം ആസ് യുണിക് കീ ബട്ട് മസ്റ്റ് ബി എൻ്റർ സം വാല്യൂ. ഡിഫാൾട്ട് യൂസർ എൻ്റർ ചെയ്താലും ഇല്ലെങ്കിലും ഒരു വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ചെക്ക് ടേബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്തതിന് മുന്നേ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ചെക്ക് കൺസ്ട്രെയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, നമ്മൾ കോളം കൺസ്ട്രെയിന്റ്സ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് തൊട്ട് മുന്നുണ്ടാക്കിയ ടേബിള് കൺസ്ട്രെയിന്റ്സ് ഒന്നും സെറ്റ് ചെയ്യാതെ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ഇനി നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ അതേ ടേബിളിൽ നമ്മൾ കൺസ്ട്രെയിന്റ്സ് സെറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഇതിനകത്ത് വരുന്ന കംപ്ലീറ്റ് കോളംസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടേബിളിന്റെ കോളംസ്. ഇവിടെ വരുന്നത് ഓരോ കോളത്തിനെയും കൊടുക്കാൻ പറ്റുന്ന ഡാറ്റ ടൈപ്പ്. ഇവിടെയാണ് നമ്മൾ ഡിമാൻഡ്സ് അല്ലെങ്കിൽ കൺസ്ട്രെയിന്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ നമ്പർ എന്നത് ഇന്റിജർ വാല്യൂ ആയിരിക്കണം, ടൈപ്പ് ആയിരിക്കണം. ആ അഡ്മിഷൻ നമ്പർ എന്ന കോളത്തിന് നമ്മൾ കൊടുക്കുന്ന കൺസ്ട്രെയിന്റ് എന്തൊക്കെയാ? പ്രൈമറി കീ ഉണ്ടായിരിക്കണം, അത് ഓട്ടോ ഇൻക്രിമെന്റ് ആയിരിക്കണം. ഓക്കെ, 2 കൺസ്ട്രെയിന്റ്സ് നമ്മൾ അവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ നെയിം എന്ന കോളത്തിന് സ്ട്രിംഗ് ടൈപ്പ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്, അത് ക്യാരക്ടർ ആണ്, വേറെ ക്യാർ നമ്മൾ കൊടുത്തിട്ടുണ്ട് മുന്നല്ലേ. ഓക്കെ, ഇനി ആ ഒരു കോളത്തിന് കൊടുക്കുന്ന കൺസ്ട്രെയിന്റ് മസ്റ്റ് ബി എൻ്റർ ദി വാല്യൂ. തീർച്ചയായിട്ടും വാല്യൂ എൻ്റർ ചെയ്തിരിക്കണം. ഓക്കെ, എന്ന് ഉദ്ദേശിക്കുന്നത് നോട്ട് നൾ എന്ന കൺസ്ട്രെയിന്റ് ആണ്. ഓക്കെ, നൾ എന്ന് പറഞ്ഞാൽ എംപ്റ്റി സ്റ്റേറ്റ്. ഓക്കെ, നോട്ട് നൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വാല്യൂ എൻ്റർ ചെയ്തിരിക്കണം. അപ്പൊ മസ്റ്റ് ബി എൻ്റർ ദി വാല്യൂ. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഡിമാൻഡ്. ഓക്കെ, അതുപോലെ ജെൻഡർ എന്ന കോളത്തിന് അതിന് സിംഗിൾ ക്യാരക്ടർ ആയിരിക്കണം. അതിന് കൺസ്ട്രെയിന്റ് എന്തായിരിക്കണം? ഡീഫാൾട്ട് എന്ന കൺസ്ട്രെയിന്റ് ആയിരിക്കണം. ഓക്കെ, അതിനകത്ത് ഡീഫാൾട്ട് വാല്യൂ എന്തുണ്ടായിരിക്കണം? എം എന്ന വാല്യൂ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസ്ട്രെയിന്റ് സെറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ടാബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രെയിന്റ് സെറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നമുക്കറിയാം ക്രിയേറ്റ് ടേബിൾ ഇറ്റ്സ് എ കമാൻഡ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിൾ നെയിം സ്റ്റുഡന്റ് എന്നാണ്. ഓക്കെ, ഇനി അതിന് നമ്മൾ ഫസ്റ്റ് കോളം
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ADM നമ്പർ. ഓക്കെ, നമുക്കറിയാം അത് ഇൻറ്റിജർ ടൈപ്പാണ് വേണ്ടത്. ഓക്കെ, സൈസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇൻറ്റിജർ ഓട്ടോമാറ്റിക് സൈസ് എടുത്തോളും. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് കൺസ്ട്രെയിൻ പ്രൈമറി കീ, അതാണ് കൺസ്ട്രെയിൻ. നമ്മൾ സിൻടാക്സ് ഓർത്തിരിക്കണം. ആദ്യം അഡ്മിഷൻ നമ്പർ, പിന്നെ ഡാറ്റ ടൈപ്പ്, പിന്നെ സൈസ്, പിന്നെ കൺസ്ട്രെയിൻ. അതാണ് ഒരു കോളത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന എലമെന്റ്സ്. ഓക്കെ, ഇവിടെ 2 കൺസ്ട്രെയിൻ ഉണ്ട്. പ്രൈമറി കീ എന്ന കൺസ്ട്രെയിൻ വേണം, മാത്രമല്ല ഓട്ടോ ഇൻക്രിമെന്റ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പ്രൈമറി കീ കഴിഞ്ഞ് സ്പേസ് കൊടുത്ത് ഓട്ടോ ഇൻക്രിമെന്റ് കൊടുത്തു. ഓട്ടോ ഇൻക്രിമെന്റ്. ഓട്ടോ ഇൻക്രിമെന്റ്. ഓക്കെ, അതോടുകൂടി ആ ഒരു കോളം തീർന്നു. ഓക്കെ, വൺസ് അഗൈൻ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ടാബിൾ എന്ന കമാൻഡ് യൂസ് ചെയ്തു. പിന്നെ ടാബിൾ നെയിമാണ് സ്റ്റുഡന്റ്. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് കോളം നെയിം, ദെൻ ഡാറ്റ ടൈപ്പ്, ദെൻ കൺസ്ട്രെയിൻ, ദെൻ അനദർ കൺസ്ട്രെയിൻ. അപ്പൊ 2 കൺസ്ട്രെയിൻ നമ്മൾ സെറ്റ് ചെയ്തു. അതോടുകൂടി ആ ഒരു കോളം തീർന്നു. ഓക്കെ, ദെൻ കോമ പ്രൊവൈഡ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത കോളം സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത കോളത്തിന്റെ പേര് നെയിം എന്നാണ്. ഓക്കെ, ഡാറ്റ ടൈപ്പ് varchar ഓഫ്, അതിൽ പറഞ്ഞിട്ടുണ്ട് 20 ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ varchar ഓഫ് 20 എന്ന് കൊടുത്തു. ഓക്കെ, പിന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു കൺസ്ട്രെയിൻ എന്താണ്, മസ്റ്റ് ബി എൻ്റർ ദി വാല്യൂ. തീർച്ചയായിട്ടും വാല്യൂ എൻ്റർ ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ, അതായത് മസ്റ്റ് ബി എൻ്റർ ദി വാല്യൂ എന്ന സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് നോട്ട് നൾ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നോട്ട് നൾ. തീർച്ചയായിട്ടും വാല്യൂ എൻ്റർ ചെയ്തിരിക്കണം, അതായത് ആ ഒരു കോളം ബ്ലാങ്ക് ആക്കി വിടാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോമ. അപ്പോൾ ആ കോളത്തിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഓക്കെ, ഇനി വേണ്ടത് അടുത്ത കോളം. അടുത്ത കോളം ജെൻഡർ എന്നാണ്. ജെൻഡർ. ഓക്കെ, ഡാറ്റ ടൈപ്പ് നമുക്കറിയാം, മുകളിൽ പറഞ്ഞിട്ടുണ്ട് സിംഗിൾ ക്യാരക്ടർ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്യാർ എന്ന് യൂസ് ചെയ്തു. ക്യാർ എന്ന ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇനി അതിനെ കൺസ്ട്രെയിൻ കൊടുത്തിരിക്കുന്നത് ഡീഫാൾട്ട് എന്നാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡീഫാൾട്ട് പറയാം. ഡീഫാൾട്ട് സ്പേസ് ഡീഫാൾട്ട് വാല്യൂ എപ്പോഴും എന്തുണ്ടായിരിക്കണം, M1 ഉണ്ടായിരിക്കണം. ഓക്കെ, അതോടുകൂടി ആ കോളം തീർന്നു. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും അടുത്ത കോളം DOB എന്ന കോളമാണ്. എന്നാൽ ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന കോളം. ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡേറ്റ് ഡാറ്റ ടൈപ്പാണ്. ഡേറ്റ് ഡാറ്റ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ DAT ഡേറ്റ് ഡാറ്റ ടൈപ്പ് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ആ കോളം കഴിഞ്ഞു. നെക്സ്റ്റ് എന്ത് ചെയ്യാം, അടുത്ത കോളം കോഴ്സ് ആണ്. കോഴ്സ്. ഓക്കെ, ആ കോഴ്സ് ഡാറ്റ ടൈപ്പ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം സ്ട്രിംഗ് ആണ്. 15 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ varchar യൂസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ varchar ഓഫ് 15 എന്ന് കൊടുത്തു. ഇനി കൺസ്ട്രെയിൻസ് ഒന്നുമില്ല, കൺസ്ട്രെയിൻസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ചുമ്മാ കോമ കൊടുക്കുക, അടുത്ത കോളം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി വേണ്ടത് F-Inc ആണ്. F-Inc ആണ്. ഓക്കെ, F-Inc അതിന്റെ ഡാറ്റ ടൈപ്പ് ഇന്റിജർ ആണ്. അപ്പൊ നമ്മൾ കൊടുത്തു ഇന്റ് എന്ന് കൊടുത്തു. ഓക്കെ, മുകളിൽ പറഞ്ഞ പോലെ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ സെമി കോളം പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ടാബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമുക്ക് വൺസ് അഗൈൻ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. കോളം നെയിംസ്, ഓരോ കോളത്തിലേക്കും കൊടുക്കുന്ന ഡാറ്റ ടൈപ്സ്, ഓരോ കോളത്തിലേക്കും കൊടുക്കുന്ന കൺസ്ട്രെയിൻ. ഓക്കെ, create table is a command. Table name student. Okay, first column name admission number. അപ്പോൾ ADM നമ്പർ എന്ന ഷോർട്ട് ആയി കൊടുത്തു. ഓക്കെ, ഡാറ്റ ടൈപ്പ് ഇന്റിജർ ആണ്. അപ്പം നമ്മൾ ഇന്റ് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ആ ഒരു കോളത്തിൽ കൊടുക്കുന്ന കൺസ്ട്രെയിൻ, 2 കൺസ്ട്രെയിൻസ് വേണം. പ്രൈമറി കീ എന്ന കൺസ്ട്രെയിൻസ് വേണം, ഓട്ടോ ഇൻക്രിമെന്റ് വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു, പ്രൈമറി കീ എന്ന കൺസ്ട്രെയിൻ സ്പേസ് ഓട്ടോ ഇൻക്രിമെന്റ് എന്ന കൺസ്ട്രെയിൻ, 2 കൺസ്ട്രെയിൻ. ഓക്കെ, അതോടുകൂടി ആ ഒരു കോളം തീർന്നു. ആ കോളം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു കോമ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും അടുത്ത കോളം സ്റ്റാർട്ട് ചെയ്തു, നെയിം എന്ന കോളം. ഓക്കെ, അറിയാം 20 ക്യാരക്ടേഴ്സ് വേണം. ഓക്കെ, ഇപ്പം നമ്മൾ varchar ഓഫ് 20 എന്ന് കൊടുത്തു. ഓക്കെ,
മാത്രമല്ല അതിനൊരു കൺസ്ട്രെയിൻ ഉണ്ട്, മസ്റ്റ് ബി എൻ്റർ ദി വാല്യൂ. തീർച്ചയായിട്ടും ആ കോളത്തിലെ വാല്യൂ എൻ്റർ ചെയ്തിരിക്കണം, ഫ്രീ ആക്കി വിടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നോട്ട് നൾ എന്ന കൺസ്ട്രെയിൻ നമ്മൾ യൂസ് ചെയ്തു, നോട്ട് നൾ എന്ന കൺസ്ട്രെയിൻ യൂസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം കോമ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, വീണ്ടും അടുത്ത കോളം നെയിം ജെൻഡർ. ഓക്കെ, ഡാറ്റ ടൈപ്പ് സിംഗിൾ ക്യാരക്ടർ ആണ്, അപ്പോൾ ക്യാർ എന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തു. ഓക്കെ, ഞാൻ കൺസ്ട്രെയിൻ എന്താണ്, ഡിഫാൾട്ട് ആയിട്ട് എപ്പോഴും എന്ത് വേണം, എം എന്ന് വേണം. ഓക്കെ, അപ്പം നമ്മൾ ക്യാർ എന്ന ഡാറ്റ ടൈപ്പ് കൊടുത്തു, ദെൻ ഡിഫാൾട്ട് എന്ന കൺസ്ട്രെയിൻ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, എം എന്ന ഡിഫാൾട്ട് വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ DOB ഡേറ്റ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, then കോഴ്സ് ക്യാരക്ടർ ആണ് വേണ്ടത്, ഇപ്പോൾ 15 ക്യാരക്ടേഴ്സ് വേണം, അപ്പോൾ ക്യാർ ഓഫ് 50 എന്ന് കൊടുത്തു. ഓക്കെ, then ലാസ്റ്റ് ഫാമിലി ഇൻകം ഡാറ്റ ടൈപ്പ് ഇൻഡിജർ ആണ്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇവിടെ കൺസ്ട്രെയിനുള്ള കോളംസ് അഡ്മിഷൻ നമ്പർ, നെയിം, ജെൻഡർ എന്ന ഈ 3 കോളത്തിൽ മാത്രമേ നമ്മൾ കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്തുള്ളൂ. ഓക്കെ, മറ്റൊരൊന്നും കൺസ്ട്രെയിൻസ് ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ കൊടുത്ത കൺസ്ട്രെയിൻസ് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്ത കൺസ്ട്രെയിൻസ് കളർ ഗ്രീൻ ആക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇത്രയും നമ്മൾ ഈ ഒരു ടേബിൾ കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോളം കൺസ്ട്രെയിൻസ് ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാബിൾ കൺസ്ട്രെയിൻസ് ആണ്. എന്താണ് ടാബിൾ കൺസ്ട്രെയിൻസ് എന്ന് ജസ്റ്റ് നോക്കാം. ദീസ് ആർ സിമിലർ ടു കോളം കൺസ്ട്രെയിൻസ്. അതായത് ടാബിൾ കൺസ്ട്രെയിൻസ് എന്തിന് സിമിലർ ആണ്, കോളം കൺസ്ട്രെയിൻസ് തന്നെ സിമിലർ ആണ്. ഓക്കെ, ദി മെയിൻ ഡിഫറൻസ് ഈസ് ദി കോളം കൺസ്ട്രെയിൻസ് ആർ സെറ്റ് ഇൻ ഇൻഡിവിജ്വൽ കോളംസ്. നമ്മൾ മുകളിൽ പറഞ്ഞതാണ്, കോളം കൺസ്ട്രെയിൻസ് നമ്മൾ എവിടെ സെറ്റ് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ കോളത്തിനാണ്, ഓരോ സെപ്പറേറ്റ് കോളത്തിനാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യുന്നത്, കോളം കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നെയിം എന്ന കോളത്തിന് ഒരു കൺസ്ട്രെയിൻ സെറ്റ് ചെയ്തു, നോട്ട് നൾ. ഓക്കെ, അങ്ങനെ ഇൻഡിവിജ്വൽ. ജെൻഡറിന് നമ്മൾ ഡിഫാൾട്ട് സെറ്റ് ചെയ്തു, അഡ്മിഷന് നമ്മൾ പ്രൈമറി കീയും ഓട്ടോ ഇൻക്രിമെന്റും സെറ്റ് ചെയ്തു. ഓക്കെ, ഇൻഡിവിജ്വൽ കോളത്തിന് കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോളം കൺസ്ട്രെയിൻസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ദി ടാബിൾ കൺസ്ട്രെയിൻസ് ആർ പ്ലേസ്ഡ് ഇൻ ഗ്രൂപ്പ് ഓഫ് കോളംസ് ഇൻ എ ടേബിൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ടാബിൾ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിളിലെ ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പായിട്ട് കോളത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 കോളമോ 3 കോളമോ ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെ പറയുന്നതാണ് ടാബിൾ കൺസ്ട്രെയിൻസ്. അപ്പോൾ വൺസ് അഗെയിൻ ടാബിൾ കൺസ്ട്രെയിൻസ് പറഞ്ഞാൽ ഒരു ടേബിളിനകത്ത് 1, 2, 3, 4 കോളത്തിന് ഗ്രൂപ്പ് ആക്കിയിട്ട് നമുക്ക് എന്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും, കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ കൺസ്ട്രെയിൻസ് ഗ്രൂപ്പായിട്ട് ടേബിളിലെ കോളത്തിന് ഗ്രൂപ്പായിട്ട് കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ടാബിൾ കൺസ്ട്രെയിൻസ്. ഓക്കെ, ഇനി ഞാൻ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്കൊരു ടാബിൾ ക്രിയേറ്റ് ചെയ്യാം, സ്റ്റോക്ക് എന്നൊരു ടാബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ നമ്മൾ കുറച്ച് കോളംസ് ഉണ്ട്, പ്രൈമറി കീ അതുപോലെ ഓട്ടോ ഇൻക്രിമെന്റ് അങ്ങനെ കൺസ്ട്രെയിൻസ് ഉണ്ട്. മാത്രമല്ല അതിൽ നമുക്ക് ഒരു എന്തുകൂടെ സെറ്റ് ചെയ്യണം, ഒരു ടാബിൾ കൺസ്ട്രെയിൻസ് കൂടെ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്, ക്രിയേറ്റ് ടാബിൾ. ഓക്കെ, ടേബിളിന്റെ പേര് സ്റ്റോക്ക് എന്നാണ്. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ഫസ്റ്റ് കോളം നെയിം ഐക്കോഡ് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഐക്കോഡിന്റെ ഡാറ്റ ടൈപ്പ് ക്യാർ എന്ന് കൊടുത്തു. ഓക്കെ, 2 ക്യാരക്ടേഴ്സ് മതി. ദെൻ അതിൽ നമ്മളൊരു കൺസ്ട്രെയിൻ സെറ്റ് ചെയ്യുന്ന പ്രൈമറി കീ ആൻഡ് അതിൻ്റെ കൂടെ ഓട്ടോ ഇൻക്രിമെന്റ്. ഓക്കെ, അതോടുകൂടി ആ കോളം തീർന്നു കഴിഞ്ഞു, ഫസ്റ്റ് കോളം തീർന്നു. ഓക്കെ, വൺസ് അഗെയിൻ ടേബിളിന്റെ പേര് സ്റ്റോക്ക് എന്നാണ്, ഫസ്റ്റ് കോളം നെയിം ഐക്കോഡാണ്, അതിന്റെ ഡാറ്റ ടൈപ്പ് ക്യാർ ഓഫ് 2 ആണ്, ഫസ്റ്റ് കൺസ്ട്രെയിൻ പ്രൈമറി കീ, സെക്കൻഡ് കൺസ്ട്രെയിൻ ഓട്ടോ ഇൻക്രിമെന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോമ. അതോടുകൂടി ആ ഒരു കോളം തീർന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത കോളം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത കോളം ഐറ്റം നെയിമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐറ്റം നെയിം നമുക്ക് എന്ത് കൊടുക്കാം, വേർ ക്യാർ കൊടുക്കാം. ഓക്കെ, അതിൽ 30 ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അത് തീർച്ചയായിട്ടും വാല്യൂ എൻറ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് നൾ എന്നൊരു കൺസ്ട്രെയിൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഐറ്റം നെയിം നമ്മൾ കൊടുത്തോളണം.
അതെ, ഓക്കെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നോട്ട് നൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അടുത്തത് നമുക്ക് വേണ്ടത് DT പർച്ചേസ്, ഡേറ്റ് ഓഫ് പർച്ചേസ് ആണ്. അപ്പൊ നമുക്ക് കൊടുത്തു DT പർച്ചേസ്. ഓക്കെ, പർച്ചേസ് ഡേറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് ഡാറ്റ ടൈപ്പ് നമുക്ക് കൊടുക്കാം. അവിടെ നമ്മൾ കൺസ്ട്രെയിൻ സെറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. ദെൻ അടുത്ത കോളം നെയിം റേറ്റ് ആണ്. ഓക്കെ, റേറ്റ് നമുക്ക് ഡെസിമൽ ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നത്, DE ഡെസിമൽ, അല്ലെങ്കിൽ DEC എന്ന് കൊടുത്താലും മതി, കുഴപ്പമില്ല. ദെൻ നെക്സ്റ്റ് 10,2. ഓക്കെ, ഈ ഒരു മെത്തേഡ് നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഓക്കെ, ഇപ്പോൾ ഡെസിമൽ ഡാറ്റ ടൈപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ആ കോളം തീർന്നു, കോമ കൊടുത്തു. ഓക്കെ, അടുത്ത് വേണ്ടത് QTY, ക്വാണ്ടിറ്റി. അത് ഇൻഡിജർ ആകട്ടെ, ഇൻഡിജർ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ടേബിൾ കൺസ്ട്രെയിൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടേബിൾ കൺസ്ട്രെയിൻ സെറ്റ് ചെയ്യുന്നത് നമ്മൾ യുണിക് എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റിനകത്ത് 2 കോളംസ് എടുത്തു, ഐക്കോഡ് കോമ iName. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തു. ദെൻ മുകളിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് നമ്മളിവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, രണ്ട് സെപ്പറേറ്റ് കളർ കൊടുത്തേക്കാം നമുക്ക്. ഇത് ഗ്രീൻ കൊടുത്തു, അതിന് ക്ലോസിങ് ഗ്രീൻ കൊടുത്തു. ഓക്കെ, ഇത് ഓപ്പണിംഗ് ആണ്, അത് നമ്മൾ റെഡ് കൊടുത്തു, ഇത് നമ്മൾ റെഡ് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം നമ്മളിവിടെ ഐക്കോഡ് ആൻഡ് iName ഗ്രൂപ്പായിട്ട് എന്ത് സെറ്റ് ചെയ്തു, യൂണിക് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഐറ്റം കോഡും ഐറ്റം നെയിമും ഒരിക്കലും റിപ്പീറ്റേഷൻ വരില്ല. ഒരേ ഐറ്റം കോഡും ഒരേ ഐറ്റം നെയിമും ഒന്നിച്ച് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ യുണിക് റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, ഒരിക്കലും അവിടെ ഉണ്ടാവില്ല, റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല, ഡ്യൂപ്ലിക്കേഷൻ വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഐറ്റം കോഡിനെയും ഐറ്റം നെയിമിനെയും ഗ്രൂപ്പ് ആക്കിയിട്ട് എന്ത് കൊടുത്തു, യൂണിക് എന്ന കൺസ്ട്രെയിൻ കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേബിൾ കൺസ്ട്രെയിൻ. 2 കോളം നമ്മൾ സെപ്പറേറ്റ് കൊടുത്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ iName സെപ്പറേറ്റ് വേറെ കൊടുത്ത് നോട്ടിനുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു ഐക്കോഡിന് സെപ്പറേറ്റ് പ്രൈമറി കീ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് രണ്ടും എന്തായിരുന്നു, കോളം കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 2 കോളത്തിന് ഗ്രൂപ്പ് ആക്കിയിട്ട് യൂണിക് എന്ന കൺസ്ട്രെയിൻ കൊടുത്തു. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് ടേബിൾ കൺസ്ട്രെയിൻ. ഓക്കെ, ഇനി എന്റെ ഡിസ്കഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫ്രം ദി അബവ് എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, ദി കൺസ്ട്രെയിൻ യൂണിക് ഈസ് പ്ലേസ്ഡ് ടു ദി കോമ്പിനേഷൻ ഓഫ് വാല്യൂസ് ഓഫ് ഐക്കോഡ് ആൻഡ് iName. നമ്മൾ പറഞ്ഞ തന്നെ ഒന്നിച്ച് നമുക്ക് കോമ്പിനേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, യൂണിക് എന്ന കൺസ്ട്രെയിൻ കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇറ്റ് എൻഫോഴ്സസ്, ഇത് ഉറപ്പ് വരുത്തുകയാണ്. എന്താ ഉറപ്പ് വരുത്തുന്നത്, എ സിറ്റുവേഷൻ ദാറ്റ് നോ 2 rows ക്യാൻ ഹാവ് ദി സെയിം വാല്യൂസ്. ഓക്കെ, 2 റോസിൽ ഒരേ വാല്യൂ എൻറ്റർ ചെയ്യാൻ പറ്റില്ല എന്നത് ഉറപ്പ് വരുത്തുകയാണ്. ആരൊക്കെ ഉറപ്പ് വരുത്തുന്നത്, ഐക്കോഡും iName. ഓക്കെ, അതാണ് മുകളിൽ പറഞ്ഞ കാര്യം. Okay students, thank you for watching this video.